السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, വണ്ടൂർ ജാമിഅ വഹബിയ അതിൻ്റെ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഇസ്ലാം 60 പ്രഭാഷണങ്ങൾ എന്ന ഓൺലൈൻ പ്രഭാഷണ പരമ്പരയിലെ ഇസ്ലാം കാരുണ്യത്തിൻ്റെ കാതൽ എന്ന ശീർഷകത്തിൽ അള്ളാഹു കാരുണ്യവാനാണ് എന്ന വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ധാരാളം നാമങ്ങളുണ്ട്. എന്നാൽ ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് റഹ്മാൻ, റഹീം എന്നീ 2 നാമങ്ങളാണ്. കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദഅ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. അതായത് റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ബറക്കത്തെടുത്ത് സഹായം തേടിയവനായ നിലയിൽ ഇന്ന കാര്യം ഞാൻ ആരംഭിക്കുന്നു, തുടങ്ങുന്നു എന്ന് പറയണം. അതേസമയം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കാതെ, ആ പേര് ഉച്ചരിച്ചുകൊണ്ട് തുടങ്ങാത്ത ഏതൊരു നല്ല കാര്യമുണ്ടോ അതൊക്കെ ബറക്കത്ത് കുറഞ്ഞതാണ്, ബറക്കത്ത് ചുരുങ്ങിയതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് റഹ്മാൻ, എന്താണ് റഹീം? റഹ്മാൻ എന്നാൽ ഈ ലോകത്ത് പരക്കെ ഗുണം ചെയ്യുന്നവനാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും, അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവർക്കും അല്ലാത്തവർക്കും പരക്കെ ഈ ലോകത്ത് വെച്ച് ഗുണം ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. റഹീം എന്നാൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന് വിധേയപ്പെട്ട് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധാരാളം നാമങ്ങളുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കരുണയുടെ 2 വശങ്ങളെ പറയുന്ന ആ 2 നാമങ്ങൾ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് അത് നിങ്ങൾ നിരന്തരം പറഞ്ഞു, ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യവും കരുതലും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും ചരിത്ര സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ബന്ദിയായി പിടിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ത്രീ ആ ബന്ദികളുടെ കൂട്ടത്തിൽ നിന്ന് തനിക്ക് നഷ്ടപ്പെട്ടു പോയതായ തൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഓടി വന്നുകൊണ്ട് ആ കുഞ്ഞിനെ വാരി പുണരുകയും ആ കുഞ്ഞിനെ മാറോട് ചേർക്കുകയും അതിൻ്റെ മുലപ്പാൽ നൽകുകയും കണ്ടപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ സ്ത്രീ ആ കുഞ്ഞിനെ തീയിലേക്കിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബാക്കൾ പറഞ്ഞു, ഇല്ല നബിയെ, ഒരിക്കലും ആ സ്ത്രീ അങ്ങനെ ചെയ്യുകയില്ല. അതിന് മാത്രം സ്നേഹവും വാത്സല്യവുമാണ് ആ കുഞ്ഞിനോട് ആ സ്ത്രീ കാണിക്കുന്നത്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ അള്ളാഹുവിനിക്ക് അവൻ്റെ പടപ്പുകളോട് ഇതിനേക്കാൾ വലിയ കാരുണ്യവും കരുതലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 100 കാരുണ്യങ്ങളുണ്ട്. ഈ 100 കരുണയിൽ നിന്ന് 99 റഹ്മത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന് വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ആളുകൾക്ക് നൽകാൻ വേണ്ടി ഈ 99 ഗുണങ്ങളും അള്ളാഹു തആല പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരൊറ്റ കാരുണ്യം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്.
ഈ ഭൂമിയിലേക്ക് ഇറക്കിയതായ ഈ ഒരൊറ്റ കാരുണ്യത്തിന്റെ ഗുണമാണ് ഈ ലോകത്ത് കഴിഞ്ഞു പോയതായ, ഇന്ന് നിലകൊള്ളുന്നതായ, ഇനി വരാനിരിക്കുന്നതായ കോടാനകോടി മനുഷ്യന്മാർക്കും അതുപോലെ തന്നെ ജിന്നുവർഗങ്ങൾക്കും അതുപോലെ തന്നെ നാൽക്കാലി മൃഗങ്ങൾക്കും പക്ഷിപറവകൾക്കും പ്രാണികൾക്കെല്ലാം എന്ന് വേണ്ട എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു തആല നൽകിയിട്ടുള്ള കരുണ ഈ ഒരൊറ്റ കാരുണ്യത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കരുണയുടെ വലിപ്പം എത്രമാത്രമാണ്! എന്തിനേറെ പറയുന്നു, ഹിംസ്ര ജന്തുക്കൾ പോലും തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കരുണയും ദയയും ഈ ഒരൊറ്റ റഹ്മത്തിന്റെ ഫലമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കരുണ എത്രമാത്രമാണ്, അള്ളാഹുവിന്റെ കാരുണ്യം എത്രമാത്രമാണ്! അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ കരുണ എല്ലാ വസ്തുക്കൾക്കും വിശാലമായതാണ്, എല്ലാവർക്കും എൻ്റെ കരുണ ലഭിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി. ഇങ്ങനെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കരുണയുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചില മതമില്ലാത്ത ആളുകളും അതല്ലെങ്കിൽ മതനിഷേധികളുമായിരിക്കുന്ന ചില ആളുകൾക്കൊരു ചോദ്യമുണ്ട്. അല്ലാഹു തആല കാരുണ്യവാനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്? അല്ലാഹു തആല കാരുണ്യവാനാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത്? അല്ലാഹു തആല കാരുണ്യവാനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്, മറ്റു മാരകമായിരിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം. ഈ ചോദ്യം കാരുണ്യവാനായ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ കരുണയെക്കുറിച്ചും മനസ്സിലാക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടോ ആണ് എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും പറയാൻ പറ്റും. എന്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം? അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊരാളോട് തോന്നുന്ന കാരുണ്യം പോലെയുള്ള ഏതെങ്കിലും ഒരു വൈകാരികമായ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നതല്ല, മറിച്ച് അള്ളാഹു ആർക്കാണോ കരുണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവന് വേണ്ടി എന്തെങ്കിലും നന്മകൾ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയോ അല്ലാഹു തആല എങ്ങനെയാണത് സംവിധാനിച്ചിരിക്കുന്നത് എന്ന ബോധ്യമോ ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ പോകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് വെച്ച് ഒരാൾ മാരകമായ രോഗങ്ങൾ ബാധിച്ചോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളിൽപ്പെട്ടോ മരണപ്പെട്ടു പോയാൽ ഭൗതികമായി അയാളുടെ ജീവിതം അവസാനിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ ഒരു ചെറിയ കണികയെങ്കിലും അയാളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അയാൾ അള്ളാഹുവിന്റെ മുമ്പിലെത്തുന്നത് എങ്കിൽ ഒരിക്കലും നശിച്ചു പോകാത്ത ശാശ്വതമായിരിക്കുന്ന സൗഭാഗ്യമാണ്, സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകാൻ പോകുന്നത്. ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ താൽക്കാലികമായി സംഭവിക്കുന്ന ചില മരണങ്ങളും അതല്ലെങ്കിൽ അപകടങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ അവർക്കൊരു അനുഗ്രഹമായിട്ടാണ് ഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് യഥാർത്ഥ സുഖം ഒരിക്കലും അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും അപകടങ്ങളും ദുരന്തങ്ങളും സംഭവിച്ചുകൊണ്ട് മരിച്ചതായിരിക്കുന്ന ഇത്തരം ആളുകൾക്ക് അവർ ചെയ്തതായ ഗുരുതരമായ തെറ്റുകളുടെ പേരിൽ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയിൽ അള്ളാഹു കുറവ് വരുത്തുന്നതാണ്. ഈ രൂപത്തിൽ നോക്കുമ്പോൾ അവിശ്വാസികൾക്കും ഇതൊരു ആശ്വാസമായി അള്ളാഹുവിൻ്റെ കാരുണ്യമായി കരുതലായി മാറുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളുമൊക്കെ അതിൻ്റെ അന്തിമ ഫലം ഏതെങ്കിലും തരത്തിലുള്ള കരുണയായിട്ടാണ് ഭവിക്കുക. അതായത് ബാഹ്യമായി നമുക്ക് തോന്നുന്ന ഏത് പ്രയാസങ്ങളിലും അള്ളാഹുവിൻ്റെ കരുണയും കരുതലുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ മനസ്സിലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.